ഞാൻ ആദ്യം തന്നെ കുറച്ച് ഓല കീറിയിട്ട് അതിൽ നിന്ന് ഈർക്കിൽ ചെറിയ പീസാക്കി മുറിച്ച് വെക്കുന്നുണ്ട്. ഒരു വിരലിനേക്കാളും വലുപ്പത്തിന്, അത്രയും മതിയും. അതിനുശേഷം നല്ല വലിയ ചെമ്മീൻ എടുത്തിട്ട് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ മല്ലിപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്ലേവറിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരു സ്വല്പം ഗരം മസാല ഇടാം. ഉപ്പ് ഇട്ടിട്ട് ഒരു ചെറിയ നാരങ്ങ എടുത്തിട്ട് ഹാഫാക്കിയിട്ട് ആ ഹാഫ് നാരങ്ങ ഞാനിവിടെ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. അത് നല്ലതുപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. മിക്സ് ചെയ്തിട്ടൊരു ഹാഫ് ആൻ അവർ ടു 1 അവർ വയ്ക്കുകയെന്നുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റി ആയിരിക്കും. ഞാനിവിടെ 10 മിനിറ്റ് വയ്ക്കുന്നുള്ളൂ. അതിന് ശേഷം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ഈർക്കിലുകളിലേക്ക് ചെമ്മീൻ നല്ലതുപോലെ കയറ്റിയിട്ട് ഇങ്ങനെ നിവർത്തി വെച്ച് കൊടുക്കുക. ചെമ്മീൻ ഇങ്ങനെ വളഞ്ഞു കൂടിയിട്ടാണല്ലോ ഇരിക്കുന്നത്, അത് നിവർത്തി അങ്ങ് വെച്ച് കൊടുക്കാം. നമ്മൾ വറുത്തെടുക്കുമ്പോഴും അതേ ഷേപ്പിൽ കിട്ടും. ഞാനിവിടെ പാൻ വെച്ചിട്ട് ഞാൻ ഓയിലിൽ അങ്ങ് മുക്കി പൊരിക്കുകയല്ല ചെയ്യുന്നത്. ഓയിലിങ്ങനെ തടവിയതിന് ശേഷം അതിലേക്ക് ഇങ്ങനെ ചെമ്മീൻ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ചും കൂടി ഡീപ്പ് ഫ്രൈ, അതായത് ഓയിലിൽ മുക്കി പൊരിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റിയർ ആയിരിക്കും. ഞാൻ അത്ര അൺഹെൽത്തി ആയിട്ട് പോകുന്നില്ല. അപ്പോൾ ചെമ്മീൻ ഓരോന്നിങ്ങനെ വെച്ച് കൊടുക്കാം. നമ്മൾ അത് ഈർക്കിൽ കുത്തിയെടുത്ത് അങ്ങനെ വെച്ച് കൊടുക്കാം. അതാകുമ്പോൾ നമുക്ക് മറിച്ചിടാനും കുറച്ച് എളുപ്പമുണ്ടാവും. നമുക്ക് ആവശ്യമുള്ളത്ര എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ മുക്കി പൊരിച്ചെടുക്കണവർക്ക് അങ്ങനെയും ചെയ്യാം. ഇത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ചെമ്മീൻ്റെ ഉള്ളിൽ വേവില്ല. ഇത് അടച്ച് വയ്ക്കാമെന്നുണ്ടെങ്കിൽ ബെറ്ററാണ്. അതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള വേവായതിനു ശേഷം തിരിച്ച് മറിച്ച് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് ഒത്തിരി ഡ്രൈ ആയി പോവുകയാണെന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എണ്ണ അങ്ങോട്ട് വിതറി കൊടുത്തിട്ടുണ്ടെങ്കിൽ ബെറ്ററായിരിക്കും. ഇത് ഒത്തിരി ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം ഡ്രൈ ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ നമ്മൾ ഫ്രൈ ചെയ്തതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ചെമ്മീൻ കണ്ടോ, ചുളിവൊന്നുമില്ല. അത് റാ പോലെയൊന്നും അങ്ങനെ ആയിട്ടില്ല, നമ്മൾ കുത്തിയ പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റും തക്കാളിയൊക്കെ വെച്ചിട്ട് അങ്ങ് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയറാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം.